ഹരേ രാമ 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 ഹരി ഹരി, ഹരേ കൃഷ്ണ 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 ഹരേ ഹരി, ഹരേ രാമ 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 ഹരി ഹരി, ഹരേ കൃഷ്ണ 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 ഹരേ ഹരി, ഹരേ രാമ 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 ഹരി ഹരി, ഹരേ കൃഷ്ണ 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 ഹരേ ഹരി. ദശരഥന്റെ ചർമ്മഗതിയനം. മന്ത്രിപ്രവരനാം സുമന്ത്രരുമേറിയോരന്തശുജാം ചെന്നയോധ്യ ബുക്കീടിനാൻ. വസ്ത്രേണ വക്തവുമാച്ഛാദ്യ കണ്ണുനീരത്യർത്ഥമിച്ഛിച്ചു വീണു. തുടച്ചുമത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോട് നൃപനി വണങ്ങിനാൻ. രാത്രീപദേ ജയ വീരമൂലീ ജയ, ശാസ്ത്രമതേ ജയ ചൗരാബുദേ ജയം, കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയം, മാർത്താണ്ഡഗോത്രജാതോത്രം സമീർ ജയം. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ വൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ. സോദരനോടും ജനകാത്മജയോടും ഏതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ. നിർലജ്ജനായ ഭാവിയാമെന്നോടു ചൊല്ലുവാൻ എന്തോന്നു ചൊല്ലിയതെന്നുടെ ലക്ഷ്മണനെന്തോ പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മീ സമയായ ജാനകീ ദേവി. ഹാ രാമാം ഹാ ഗുണവാരിതേ ലക്ഷ്മണാം വാരിജലോചനേ ബാലേ വിധിരജേ. ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഃഖൃതി ദുഷ്ക്രിയാം എന്നരികച്ചിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാര്യമില്ലാതെ വന്നു സുഹൃതവും. ഇസം പറഞ്ഞു കേഴുന്ന ധർമ്മനോടുത്താപമോട് ഉലമയുര ചെയ്തു സുമന്ത്രരും. മന്ത്രിയായ സുമന്ത്രര് വളരെ മനോദുഃഖത്തോടെ അയോധ്യയിലെത്തി വസ്ത്രം കൊണ്ട് മുഖം മുറച്ച് തെരുതെരെ ഒഴുകി വീഴുന്ന കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ട് കൊട്ടാരത്തിനു വെളിയിലായി തേര് നിർത്തിയിട്ട് ധൈര്യം സംഭരിച്ചുകൊണ്ട് ദശരഥ മഹാരാജാവിൻ്റെ മുന്നിലെത്തി വണങ്ങി തന്നെ വാഴ്ത്തി സ്തുതിക്കുന്ന മന്ത്രിയോട് രാജാവ് ചോദിച്ചു, രാമൻ സീതയോടും മനുഷ്യനോടും കൂടി ഏതു ദിക്കിൽ വസിക്കുന്നു? നാണം കെട്ട ഈ മഹാഭാവിയോട് പറയാൻ രാമൻ എന്തു പറഞ്ഞയച്ചു? സീത എന്തു പറഞ്ഞു? ലക്ഷ്മണൻ എന്തു പറഞ്ഞു? രാമാ ലക്ഷ്മണ സീതേ, ദുഃഖം പെരുകി മരിക്കാനൊരുങ്ങുന്ന ഈ പാപിയായ എൻ്റെ അടുത്തിരിക്കാൻ കൂടിയും അവരെ കിട്ടാതെ പോയല്ലോ. മക്കളെ കണ്ടിട്ട് മരിക്കാൻ കൂടി ഇവന് പുണ്യമില്ലാതെ പോയല്ലോ. ഇങ്ങനെ പറഞ്ഞ കരയുന്ന രാജാവിനോട് ദുഃഖത്തോടെ സുമന്ത്രർ പറഞ്ഞു, ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേന്ത മാറ്റിയാം ശിങ്കിമേരാജ്ഞപുരസവിതേ ചെന്നു ഗംഗാതടേ വസിച്ചീരും ദശാന്തരേ. കണ്ടു തൊടുതിരു ശിങ്കിമേരാജിവൻ കൊണ്ടുവന്നു ഗുഹൻ മൂലവനാദികൾ തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ചു കുമാരന്മാർ ജടയും ധരിച്ചിരു. പിന്നെ രഘൂത്തമൻ എന്നോട് ചൊല്ലിനാൻ, എന്നെ നിരൂപിച്ചു ദുഃഖിയായി കാരുമേ ചൊല്ലേഹനമെന്നുടെ നാഥനോടും വരാലല്ലാലുള്ളത്തിലുണ്ടാകാതിരിക്കണം. സൗഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും. നമസ്കാരം മാതാവിനും വിശേഷിച്ചു ഗേതമെന്നെ കുറിച്ചുണ്ടാകരുതേതും. പിന്നെയും പിന്നെയും ചൊൽകാം, പിതാവധികന്യനായി വാർദ്ധക്യപീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കീരണം. ജാനകിയും തൊഴുതെന്നോട് ചൊല്ലിനാളാനനഭക്തവും താച്ചി മന്ദം മന്ദം അശ്രുഗണങ്ങളും വാർത്തു സഗദ്ഗതം. സോശൂപാദേന സാഷ്ടാംഗ നമസ്കാരം. ചോണികരേരി ഗുഹനോടുകൂടമേ പ്രാണവിയോഗേന നിന്നേനടിയനും അക്കരെ ചെന്നിറങ്ങിപ്പോയി മഴമോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ നാലഞ്ചു നാടിയ ചെന്നമാറേ ധൈര്യമാരംഭ്യമന്തം നിവൃത്തനായിടിനേൻ. രാജൻ, അങ്ങയുടെ രാജ്യപ്രകാരം ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതയെയും ഞാൻ തേരിലേറ്റിക്കൊണ്ടുപോയി ശിങ്കിമേരപുരത്തിനടുത്ത് ഗംഗാതീരത്തു ചെന്നപ്പോൾ ഗുഹൻ വന്നു കണ്ടു. പരമുരാജികൾ സമർപ്പിച്ചു തൊഴുതു.
ശ്രീരാമൻ തൃക്കൈ കൊണ്ട് തൊട്ട് അതൊക്കെ സ്വീകരിച്ചു. അനന്തരം കുമാരന്മാർ ചിറയണിഞ്ഞു. എന്നിട്ട് ശ്രീരാമൻ എന്നോട് പറഞ്ഞു, എന്നെപ്പറ്റി ചിന്തിച്ച് ആരും ദുഃഖിക്കരുത്, ഉള്ളിലൊട്ടും ദുഃഖമരുത് എന്ന് അച്ഛനോട് പ്രത്യേകം പറയണം. അയോധ്യയിൽ ഭൗതിക സുഖങ്ങൾ ഏറെ ഉണ്ടായേക്കാം, പക്ഷേ വനത്തിൽ മോക്ഷമാർഗം തുറന്നു കിട്ടും. മാതാവിന് നമസ്കാരം. അമ്മ, എന്നെക്കുറിച്ച് ദുഃഖിക്കരുതേ. വാർദ്ധക്യം ബാധിച്ച അച്ഛൻ ദുഃഖിതനാണ്. എന്നെക്കുറിച്ചും അച്ഛൻ ദുഃഖിച്ചേക്കാം. അമ്മയോട് പ്രത്യേകം പറയണം, എൻ്റെ കാര്യത്തിൽ ദുഃഖിക്കാൻ ഇടവരാതെ നല്ല വാക്കു പറഞ്ഞ് അച്ഛനെ ആശ്വസിപ്പിക്കണമെന്ന്. സീതാദേവി മുഖം കുനിച്ച് കണ്ണീർ വാർത്തുകൊണ്ട് എന്നോട് പറഞ്ഞു, ഭർത്തൃമാതാക്കളുടെ പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു. അവര് ഗുഹനോടൊത്ത് തോണിയേറിപ്പോയപ്പോൾ ഞാൻ പ്രാണവേദനയോടെ നിന്നുപോയി. തോണി മറുകരയിലെത്തിയിട്ട് അവരിറങ്ങി നടന്നു മറയുന്നതുവരെയും ഞാൻ ജീവനറ്റ പോലെ നിന്നുപോയി. 4-5 നാഴിക നേരം കഴിഞ്ഞപ്പോൾ ധൈര്യം അവലംബിച്ച് ഞാൻ തിരികെ പോന്നു. തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൽ, ദത്തമല്ലോ പണ്ടേ വരദ്വയം വിത്തയായോരു കൈകേയിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ. മത്തുത്രനെ കാനനാന്തേ കളവെന്നി പാപിയെന്തു വിരച്ചിതു ദൈവമേ. ഏവമെല്ലാം വരുത്തിത്തനിയെ പരിദേവനം ചെയ്വതിനെന്തൊരു കാരണം. ഭൂപതി കൗസല്യ ചൊന്നോരു വാക്കുകൾ താമേന കേട്ടു മന്ത്രം പറഞ്ഞിരിനാൻ. ഉള്ളിലൊരു കൊള്ളി വയ്ക്കുന്നതു പോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിക്കായിക നീ. പ്രാണപ്രയാണമടുത്ത സബോധനൻ പ്രാണവിയോഗി ശപിച്ചതു കാരണം. ദുഃഖം ഉൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെൻ ഉൾക്കാമ്പുരുക്കിച്ചമയ്ക്കായ വല്ലവേ. കേൾക്കനീ ശാപപ്രകാരം മനോഹരി. സാക്ഷാ തപസ്സികൾ ഈശ്വരന്മാരല്ലോ. അർദ്ധരാത്രോ ചരജാലവും ജാപവും ഹസേ ധരിച്ചു മൃഗാവിവശനായി വാഹിനി തീരുവനാന്തരേ മാനസമോഹേന നിൽക്കുന്ന നേരം ഒരു മുനി. ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസ്രത്തോടിരുട്ടത്തു പുറപ്പെട്ടു. കുംഭവും കൊണ്ടു നീർ കോരുവാൻ വന്നവൻ. കുംഭേന വെള്ളമൻപോട് മുക്കും വിധവും കുംഭത്തിൽ നീരകം പുക്ക ശബ്ദം കേട്ടു. കുമ്പി തുമ്പി കയ്യംബോഗതമിതി ചിന്തിച്ചുടൻ നാഥഭേദിനം സായകം. സന്ധ്യായ ചാവേദൃഢമയ ചീരിനീൻ. ഹതോസ്മ്യഹം ഹതോസ്മ്യഹം ഹാഹേതി. കേട്ടിതു മാനുഷ്യവാക്യവും ഞാനൊരു ദോഷവും ആരോടുമേ ചെയ്തിരാം. കേനവാഹന്തഹതോഹം വിജയേവിധാം. പാർത്തിരിക്കുന്നിതു മാതാപിതാക്കന്മാരാതികൈ കൊണ്ടു തന്നെ കുതാഹിക്കയൽ. ഇത്തരം മധ്യനാഥം കേട്ടു ഞാനതി തത്രനായി തത്ര ചെന്നത്തരോടും തഥാം. താവസപാലകൻ പാദങ്ങളിൽ വീണു താവേന ചൊന്നേ മുനിസുതനോടു ഞാൻ. ഇതൊക്കെ കേട്ട് കൗസല്യാദേവിയും കരഞ്ഞു തുടങ്ങി. 2 വരങ്ങൾ പണ്ടേ നൽകിയിരുന്നാണല്ലോ. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ സന്തോഷത്തോടെ കയ്യേക്ക് രാജ്യം കൊടുത്താൽ പോരായിരുന്നു. എൻ്റെ മകനെ കാട്ടിൽ കളയാൻ വേണ്ടി ഈ പാപി എന്തു തെറ്റാണ് ചെയ്തത്? ദൈവമേ, ഇങ്ങനെയെല്ലാമാക്കി ഇവിടെ ഇരുന്ന് തനിയെ കരയാൻ ഇടവന്നത് എന്തുകൊണ്ട്? കൗസല്യയുടെ വാക്കുകൾ കേട്ടിട്ട് ദുഃഖത്തോടെ രാജാവുമെല്ലാം പറഞ്ഞു, പുണ്ണിൽ തീക്കൊള്ളി വയ്ക്കുന്നത് പോലെ പുണ്യമില്ലാതെ എന്നെ നീ ദുഃഖിപ്പിക്കരുത്. പ്രിയപ്പെട്ടവരെ, ദുഃഖം കൊണ്ട് മരിപ്പാൻ തുടങ്ങുന്ന എൻ്റെ മനസ്സ് ഉരുക്കിക്കളയരുത്. മരിക്കാറായ വേളയിൽ ഒരു താമസൻ ശപിച്ചത് ഈ ദുഃഖത്തിനു കാരണമാണ്. സുന്ദരി, ശാപമുണ്ടായത് എങ്ങനെയെന്ന് ഞാൻ പറയാം. താമസന്മാർ ഈശ്വരന്മാർ തന്നെയാണ്. ഒരിക്കൽ നായാട്ടിൽ കമ്പം പുടയാനം അമ്പും വില്ലും എടുത്തുകൊണ്ട് അർദ്ധരാത്രിക്ക് നദീതീരത്തുള്ള കാട്ടിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ ദാഹാർത്തരായ മാതാപിതാക്കളുടെ നിയോഗമനുസരിച്ച് ഇരട്ടത്ത് കുടവുമായി വന്ന ഒരു മുനികുമാരൻ കുടം വെള്ളത്തിൽ മുക്കിയപ്പോൾ ഉണ്ടായ ശബ്ദം ഞാൻ കേട്ടു. കുടത്തിൽ വെള്ളം കയറുന്ന ശബ്ദം കേട്ടിട്ട്
ആനയുടെ തുമ്പിക്കൈയിൽ വെള്ളം കയറുന്ന ശബ്ദമാണെന്നു ധരിച്ച് ഞാൻ നാദബേരിയായ അസ്ത്രം തൊടുത്തുവിട്ടു. ഹാ ഹാ, എന്നെ കൊന്നേ! ആരോടും ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ. ആരാണോ എന്നെ കൊന്നത്? ദൈവമേ, അച്ഛനമ്മമാർ ദാഹം മൂർത്ത് എന്നെ കാത്തിരിക്കുന്നു. എന്നിങ്ങനെ മനുഷ്യശബ്ദം കേട്ട് ഞാൻ പേടിയോടും ദുഃഖത്തോടും കൂടി അവിടെ ചെന്ന് മുനികുമാരന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ, മഹാമപരാജിനം രക്ഷിക്ക വേണമേ. ഞാനറിയാതെ മൃഗാവിവശനായ ആന തണ്ണീർ കുടിക്കും നാഥമെന്നോർത്തു. ബാണമൈതേനതി പാവിയായോരോ ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ. പാദങ്ങളിൽ വീണു കേണീരുമെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനിബാലകൻ. കർമ്മമത്രേ തടുക്കാവതല്ലാക്കുമേ, ബ്രഹ്മഹത്യാഭാവം ഉണ്ടാകയില്ലതേ. വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്കാൻ നീ ഏതുമേ വൈകാതെ. വാർദ്ധക്യമേറിയ രാനരയും കൊണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നീടുന്നു. ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ, ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി. വൃത്താന്തമെല്ലാം അവരോടറിയിക്ക, സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും. എന്നോട് ചാതന് കോപമുണ്ടാകിലോ, നിന്നെയും ഭസ്മമാക്കിയിടൂ മറിയ നീ. പ്രാണങ്ങൾ പോകാനു പീഡയുണ്ടേറ്റവും, ബാണം പറിക്ക നീ വൈകരുതേതുമേ. എന്നത് കേട്ടു ശല്യോദ്ധാരണം ചെയ്തു. പിന്നെ സജലം കലശവും കൈക്കൊണ്ടു. ദമ്പതിമാരിയ്ക്കുന്നവിടേക്കതി സംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരേ. ബുദ്ധതായോടു നേത്രങ്ങളും വേർപെട്ടർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചഹോ. വർത്തിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയോരു പുത്രനു പിന്നു മറന്നു കളഞ്ഞിതോ. മറ്റില്ലരാശ്രയം ഞങ്ങൾക്കൊരു നാളും, മുറ്റും ഭവാനൊഴിഞ്ഞെന്തു വൈകിരുവാൻ. ഭക്തിമാനേറ്റവും മുന്നമെല്ലാം അതിസ്വത്തനായി വന്നിതോ നീ കുമാരാപരൻ. ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധവും മത്പാദവിന്യാസ ധ്വനി കേൾക്കായി. കാൽപെരുമാറ്റം മതീയം തഥാ കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും. വൈകുമാനെന്തു മൂലം മമ നന്ദനാം, വേഗേന തന്നെ തരികനീ സാദരം. സ്വാമി, ഞാൻ ദശരഥൻ എന്ന രാജാവാണ്. നായാട്ടിലുള്ള മോഹം കൊണ്ട് ആന വെള്ളം കുടിക്കുന്ന ശബ്ദമെന്ന് കരുതി അമ്പയച്ചതാണ്. പാവിയായ ഞാനിപ്പോൾ തന്നെ പ്രാണത്യാഗം ചെയ്യുന്നുണ്ട്. കാലി പിടിച്ചുകൊണ്ട് കരഞ്ഞ എന്നോട് മുനികുമാരൻ ദുഃഖത്തോടെ പറഞ്ഞു, ഇതെന്റെ വിധിയാണ്, ആർക്കും അത് തടുക്കാനാവില്ല. ഞാൻ വൈശ്യനായതുകൊണ്ട് അങ്ങേക്ക് ബ്രഹ്മഹത്യാഭാവം ഉണ്ടാവില്ല. ഇനി വൈകാതെ അങ്ങ് എൻ്റെ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുവാം. വാർദ്ധക്യം ബാധിച്ചു കാഴ്ച നഷ്ടപ്പെട്ട അവർ വെള്ളം കൊണ്ട് ചെല്ലുന്ന എന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അങ്ങവർക്ക് വെള്ളം കൊണ്ടോ ചെന്ന് കൊടുക്കണം. അവരോട് വിവരമെല്ലാം അറിയിച്ചാൽ അവർ അങ്ങയെ രക്ഷിക്കും. എൻ്റെ അച്ഛന് കോപമുണ്ടായാൽ അങ്ങേ ഭസ്മമാക്കും എന്ന് മനസ്സിലിരിക്കട്ടെ. പ്രാണൻ പോകാത്തത് കൊണ്ട് എനിക്ക് പ്രയാസമുണ്ട്. ഇനി ബാണം വേഗം ഉരിയെടുക്കൂ. അത് കേട്ടിട്ട് ഞാൻ അമ്പ് പറിച്ചെടുത്തു. പിന്നീട് വെള്ളം നിറച്ച കുടവുമായി സംഭ്രമത്തോടെ ദമ്പതിമാരിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ ചെന്നു. വയസ്സുകാലത്ത് കാഴ്ചയില്ലാതെ പാതിരാത്രിക്ക് വിശന്നും ദാഹിച്ചും കഴിയുന്ന ഞങ്ങൾക്ക് വെള്ളം കൊണ്ടുവരാനായി പോയ മകൻ ഞങ്ങളെ മറന്നുപോയോ? ഞങ്ങൾക്ക് നീയല്ലാതെ ആശ്രയമൊന്നുമില്ല. മുമ്പൊക്കെ നീ വളരെ ഭക്തിയുള്ളവനായിരുന്നു. ഇന്നിപ്പോൾ എന്തു പറ്റി മകനെ? ഇങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കെ എൻ്റെ കാലടി ശബ്ദം കേട്ട് ആ പിതാവ് പറഞ്ഞു, മകനെ, താമസിക്കാൻ എന്തേ കാരണം? വേഗം വെള്ളം തരും. ഇത്തമാകർണ്യ ഞാൻ ദമ്പതിമാർപദം ഭക്ത്യാ നമസ്കരിച്ചെത്രയും ഭീതരായി വൃത്താന്തമെല്ലാം അറിയിച്ച തന്നേരം പുത്രനല്ലയോധ്യാധിപതാപനാകിയാം പ്രജീവനൻ ഞാൻ ദശരഥനെന്നു വേം. രാത്രോപനാന്തേ മൃഗയാ വിമശനായി ശാർദൂലമുഖ്യ മൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നേ നദീതീരെ മൃഗാശയാം. കുംഭത്തിൽ നീലകം പുക്ക ശബ്ദം കേട്ടു. കുംഭീവരൻ നിജാതുംബിക്കരം തന്നിൽ അമ്പസ്സുകൊള്ളുന്ന ശബ്ദമെന്നോർത്തോർക്കയാൽ അമ്പയച്ചേനറിയാതെ അതും വരാൻ പുത്രനുകൊണ്ട് നേരത്തു കരച്ച് കേട്ടത്രയും ഭീതനായി
തത്ര ചെന്നീടിനീ ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലം അവൻ എന്നോട് ചൊല്ലിയിടിനാൻ. കർമ്മമത്രേ മമ വന്നതിതു തവ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ. കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പൊക്കു പണ്ണശാലാന്നേ വിശന്നുദാഹത്തോടും എന്നെയും വാർത്തിരിക്കും പിതാക്കന്മാർക്കും തണ്ണീർ കൊടുക്കയെന്നോട് ചൊല്ലിനാൻ. ഞാനത് കേട്ടുടനോട് വന്നേനിനി ചാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം. ശ്രീപാദപങ്കജം എന്നിയേ മറ്റെല്ലാം പാപിയായോരറിയെന്നവലംബനം. ജന്തുവിഷയകൃപാവശന്മാരല്ലോ സന്തതം താപസപുങ്കവന്മാർ നിങ്ങൾ. യുദ്ധമാകർണ്യ കരഞ്ഞു കരഞ്ഞവരത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിടിനാൻ. പുത്രനെ വിലക്കിടക്കുന്നിൽ ഭവാൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഇത് കേട്ടിട്ട് ഞാൻ ദമ്പതിമാരുടെ പാദങ്ങളിൽ ഭക്തിയോട് നമസ്കരിച്ച് വിവരമെല്ലാം അറിയിച്ചു. ഞാൻ ഞങ്ങളുടെ പുത്രനല്ല, അയോധ്യയിലെ രാജാവായ ദശരഥനാണ്. രാത്രികാലത്ത് കാട്ടിനുള്ളിൽ നയാട്ടിൽ ഏർപ്പെട്ട് കടുവ മുതലായ മൃഗങ്ങളെ കൊന്നിട്ട് നദീതീരത്ത് മറ്റു മൃഗങ്ങൾ വരുമെന്ന് കരുതി കാത്തിരുന്നു. കുടത്തിൽ വെള്ളം കയറുന്ന ശബ്ദം കേട്ട് ആന തുമ്പിക്കൈയിൽ വെള്ളമെടുക്കുന്ന ശബ്ദമാണെന്ന് തെറ്റിദ്ധരിച്ച് സത്യമറിയാതെ അമ്പയച്ചു. ആ അമ്പ് നിങ്ങളുടെ പുത്രൻ കൊണ്ടപ്പോൾ കരച്ചിൽ കേട്ടു പേടിച്ച് ഞാൻ ഓടിച്ചെന്ന് നോക്കി. ബാലനെ കണ്ടു നമസ്കരിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, എൻ്റെ കർമ്മഫലമാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം. നിങ്ങൾക്ക് ബ്രഹ്മഹത്യാപാപം ഉണ്ടാകില്ല. വയസ്സായി കാഴ്ചയില്ലാതെ വിശന്നും ദാഹിച്ചും ആശ്രമത്തിൽ കഴിയുന്ന മാതാപിതാക്കൾക്ക് നീ വെള്ളം കൊണ്ട് ചെന്ന് കൊടുക്കണം. ഇങ്ങനെ പറഞ്ഞത് കേട്ട് ഞാൻ ചിതക്കപ്പെട്ട് ഇങ്ങോട്ട് പോന്നു. ജ്ഞാനികളായി നിങ്ങളെല്ലാം ക്ഷമിക്കണം. ഭാവിയായ അടിയന് നിങ്ങളുടെ പാദകമലങ്ങളല്ലാതെ ശരണമില്ല. താപസശ്രേഷ്ഠന്മാരായി നിങ്ങളൊക്കെ സഹജീവികളോട് കാരുണ്യമുള്ളവരാണല്ലോ. ഇത് കേട്ട് അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ടു ദുഃഖത്തോടെ പറഞ്ഞു, പുത്രൻ കിടക്കുന്നിടത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകണം. ഞാനത് കേട്ടവർ തമ്മയും എടുത്തതിദീനതയോട് മകനുടൽ കാട്ടിനേൻ. കഷ്ടമാകണ്ടഘട്ടം കർമ്മമെന്നവർ തൊട്ടു തലോടി തന്നെ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു. ഭിന്നതയോടവരെന്നോട് ചൊല്ലിനാൻ, നീ നല്ല ചിത ചമച്ചീടണം. തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ തത്ര ഞാനും ചിത കൂട്ടിനേനന്നേരം. പുത്രേണ താകം പ്രവേശിച്ചവർകളും ജഗ്ദേഹന്മാരുമായി ചെന്നു മൂവരും പുത്രാദി ലോകം ഗമിച്ചുവാണീതിനാൻ. പുത്രസമോദനൻ അന്നേരം എന്നോടു പുത്രശോകത്താൽ മരിക്കുന്നു ചൊല്ലിനാൻ. ശാപകാലം നമുക്കാഗതമായതും താപസവാക്യം അസത്യമായും വരാം. മന്നവനേവം പറഞ്ഞു വിലപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാൻ. ഹാ രാമ പുത്ര, ഹാ സീതേ ജനകജേ, ഹാ രാമ ലക്ഷ്മണ, ഹാ കുണാമ്പുതേ. നിങ്ങളോടും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കയ്യേ ഈ സംഭവം. രാജീവനേത്രനെ ചിന്തിച്ചു രാജാ ദശരഥൻ സുപുക്കുസുരാലയം. അത് കേട്ടിട്ട് ഞാൻ സൈന്യത്തോടെ ദുഃഖത്തോടെ അവരെ എടുത്തുകൊണ്ടുപോയി മകന്റെ ശരീരം കാട്ടിക്കൊടുത്തു. കഷ്ടം കർമ്മഫലം എന്ന് പറഞ്ഞവർ മകന്റെ ശരീരം തൊട്ട് തലോടി. പിന്നീട് പലതും പറഞ്ഞ് കരയുന്നതിനിടയ്ക്ക് അവർ പറഞ്ഞു, ഇനിയും നീ ഒരു നല്ല ചിത കൂട്ടി നല്ലപോലെ തീ കത്തിക്കണം. ഉടനെ തന്നെ ഞാൻ ഒരു ചിത കൂട്ടിയും പുത്രനോടൊപ്പം ആ വൃദ്ധദമ്പതികൾ ആ ചിതയിൽ പ്രവേശിച്ചു ദേഹം ദഹിപ്പിച്ചു. ദേവലോകം പൂകി. ആ വൃദ്ധതാപസന സമയത്ത് എന്നോട് പറഞ്ഞു, നീയെ പുത്രദുഃഖത്താൽ മരിക്കും. ആ ശാപം അനുഭവിക്കാനുള്ള കാലമായിരിക്കുന്നു. താപസവാക്യം ഒരിക്കലും അസത്യമാവുകയില്ല. ഇങ്ങനെ പറഞ്ഞ് വിലപിച്ചുകൊണ്ട് രാജാവ് പിന്നെയും കരഞ്ഞു. രാമ, മകനെ, സീതേ, ജാനകി, ലക്ഷ്മണ, ഗുണതിരേ, നിങ്ങളെ പിരിഞ്ഞ് എനിക്ക് ഈ വിധം മരണമുണ്ടാക്കുന്നത് കൈകേയി നിമിത്തമാണ്. ചന്ദ്രനെ തന്നെ ചിന്തിച്ചുകൊണ്ട് ദശരഥ മഹാരാജാവ് സ്വർഗലോകം പൂകി. നാരീജന വിലാപമാണ്. ദുഃഖിച്ചു രാജനാരീജനവും പുനരൊറ്റമാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. ഭക്ഷസീ താണ്ടിച്ചു കേറുന്ന കോശങ്ങൾ തക്ഷണം കേട്ടു വസിച്ച മുനീന്ദ്രനും
മന്ത്രികളോട് മുരളി സസംഭ്രമ മന്ത്രപുരമകം പുക്കരുളി ചെയ്തു. തൈലമയ ജോണി തന്നിലാക്കൂധന ബാലകൻ തന്നുടൽ കേടു വന്നീടായുവാൻ എന്നരുൾ ചെയ്തു. ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം. വേഗമേറിയിലും കുതിരയേറി ചെന്നു കേകയ രാജമകം പൂക്കു ചൊല്ലുക. മാധുരനായ യുധാജിത്തിനോടിനി ഏതുമേ കാലം കളയാതെ അയക്കണം. ശത്രുഘ്നനോടും ഭരതനെ എന്നതി വിദ്രുതം ചെന്നു തൊൽകന്നയച്ചീരിനാൻ. സത്വരം കേകയ രാജമകം പൂക്കുനത്വായുധാജിത്തിനോട് ചൊല്ലിയിടിനാൻ. കേൾക്ക നിർവേന്ദ്ര, വസിഷ്ഠനരുൾ ചെയ്ത വാക്കുകൾ ശത്രുഘ്നനോടും ഭരതനെ ഏതുമേ വൈകാതെ എന്ന് ദൂതവാക്യം കേട്ട നേരം നരാധിപൻ ബാലകന്മാരോട് പോകുന്നു ചൊല്ലിനാൻ. കാലേ പുറപ്പെട്ടു കുമാരന്മാരും ഏതാനും അങ്ങൊരാമത്തകപ്പെട്ടിതു. അസാധനെന്നാകിലും ഭ്രാതാവിനാകിലും എന്തകപ്പെട്ടിതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു മാർഗേ ഭരതനും. സന്താപമോടും അയോധ്യാപുരി ബുക്കു സന്തോഷവർജിതം ശബ്ദഹീനം സതം ഭ്രഷ്ടലസ്മീകം ജനോദ്ബാധവർജിതം ദൃഷ്ട്വാവികതോത്സവം രാജമിന്ദിതം തേജോവിഹീനമകം ബുക്കിലൂ ചെന്നു രാജഗേഹം രാജലക്ഷ്മണവർജിതം. സത്രകുമാരയ്യെ കണ്ടു കുമാരന്മാർ ഭക്ത്യാ നമസ്കരിച്ചീരിനാനന്ദികേ. പുത്രനെ കണ്ട് സന്തോഷേന മാതാവും ഉദ്ധായ ഗാഠമാലിംഗനം ഗംഗ്യ മടിയിൽ വെച്ചു തമാങ്കേ മുഖർനാശു ചോദിച്ചിതു. ഭദ്രമല്ലി മത്കുലത്തിങ്കലൊക്കവേ മാതാവിനും പിതൃമാതൃജനങ്ങൾക്കു മേതുമേതുക്കമല്ലല്ലീ പറകനീ. ഇത്തരം കയ്യേകി ചൊന്ന നേരത്തതിനുത്തരമാച്ചു ഭരതനും ചൊല്ലിനാൻ. രാജകുടുംബത്തിലെ സ്ത്രീകൾ ദുഃഖിച്ച് വാവിട്ട് നിലവിളിച്ചു തുടങ്ങി. മാറത്തടിച്ച് നിലവിളിക്കുന്ന കോലാഹലം കേട്ട് വസിഷ്ഠ മഹർഷി മന്ത്രിമാരോടൊത്ത് അന്തഃപുരത്തിനുള്ളിൽ ചെന്നിട്ട് പറഞ്ഞു. രാജാവിന്റെ ശരീരം കേടാകാതിരിക്കാൻ എണ്ണത്തോണിയിലാക്കുക. പിന്നീട് ദൂതന്മാരെ വിളിച്ചു വരുത്തി വസിഷ്ഠൻ പറഞ്ഞു, നിങ്ങൾ ഇന്ന് തന്നെ കേകയ രാജ്യത്തേക്ക് പോകണം. നല്ല വേഗമുള്ള കുതിരപ്പുറത്ത് കയറി എവിടെ ചെന്ന് യുധാജിത്തിനോട് പറയണം. ഒട്ടും താമസിക്കാതെ പരിശത്രുക്കന്മാരെ ഇങ്ങോട്ട് അയക്കണം. വേഗം ചെന്ന് പറയുക. അതനുസരിച്ച് ദൂതന്മാർ വേഗത്തിൽ കേകയ രാജ്യത്ത് എന്ന് യുധാജിത്തിനോട് പറഞ്ഞു. രാജാവേ, വസിഷ്ഠ മഹർഷിയുടെ സന്ദേശം കേൾക്കുക. ശത്രുഘ്നനോടൊത്ത് ഭരതനെ താമസിയാതെ അയോധ്യയിലേക്ക് അയക്കുക. ദൂതന്മാരുടെ വാക്കുകേറ്റിട്ട് രാജാവ് കുമാരന്മാരോട് പോകാൻ നിർദ്ദേശിച്ചു. അതനുസരിച്ച് ഉടനെ തന്നെ പുറപ്പെട്ടു. അച്ഛനോ സഹോദരനോ എന്തോ ആപത്തു വിരഞ്ഞിരിക്കാമെന്ന് ഭരതൻ യാത്രക്കിടയിൽ ചിന്തിച്ചു. എന്തായിരിക്കാം ആപത്ത് എന്ന ചിന്തയിൽ വിഷാദാകുലനായി അയോധ്യയിലെത്തി. സന്തോഷമില്ലാതെ എങ്ങും ആൾത്തിരക്കില്ലാതെ ശബ്ദകോലാഹലങ്ങളില്ലാതെ ഐശ്വര്യമില്ലാതെ ദുഃഖത്തിലാണ് രാജ്യം കണ്ടിട്ട് എന്താണ് ഇങ്ങനെ നഗരം തേജസ്സില്ലാതായിരിക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് കൊട്ടാരത്തിലെത്തിയ കുമാരന്മാർ കയ്യേകി അമ്മയോട് ഭക്തിയോട് ചോദിച്ചു. മാതാവ് പുത്രനെ അടുത്ത് കണ്ടിട്ട് എഴുന്നേറ്റ് അവനെ മുറുകെ പുണർന്നിട്ട് മടിയിലിരുത്തി ശിരസിൽ ചുംബിച്ചുകൊണ്ട് ചോദിച്ചു, മകനെ, എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അമ്മയും അച്ഛനും സഹോദരന്മാരുമെല്ലാം ക്ഷേമമായിരിക്കുന്നല്ലോ, ആർക്കും ദുഃഖമൊന്നുമില്ലല്ലോ. കയ്യേയി ഇങ്ങനെ പറഞ്ഞതിന് ഉത്തരമായി ഭരതൻ പറഞ്ഞു, ജേതമുണ്ടച്ഛനെ കാണാൻ എനിക്കുള്ളിൽ താതനെ വിരമസിക്കുന്നു മാതാവേ. മാതാവിനോട് കൽപ്പിരിഞ്ഞു രഹസ്യ ഞാൻ താതനെ പണ്ടു കാൺമീലൊരു നാളുമേ. ഇപ്പോൾ ഭവതി താനെ വസിക്കുന്നതെന്തുൾപ്പുവിൽ ഉടുമേ താപവും ഭീതിയും മത്പിതാവെങ്ങു പറയുന്നതു കേട്ടു മത്തപ്രിയമാശു കയ്യേയും ചൊല്ലിനാൾ. എൻ മകൻ എന്തു ദുഃഖിപ്പാൻ അവകാശം നിന്മനോവാചിതമൊക്കെ വരുത്തി ഞാൻ. അശ്വമേധാദിയാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയാം. സത്പുരുഷന്മാർ ഗതിലിപിച്ചീരിനാൻ. തത്പിതാവെന്നു കേട്ടോരു ഭരതനും ശോണീതനെ ദുഃഖവിശൊല്ലചിത്തനായി വീണു വിലാപം തുടങ്ങിനാൻ എത്രയും. അമ്മേ,
അച്ഛനെ കാണാഞ്ഞതുകൊണ്ടിരിക്കുന്ന വിഷമമുണ്ട്. അച്ഛൻ എവിടെയാണ്? അമ്മയോടൊത്തല്ലാതെ അച്ഛനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഇപ്പോൾ അമ്മ തനിയെ ഇരിക്കുന്നത് കണ്ടിട്ട് എൻ്റെ മനസ്സിൽ ദുഃഖവും ഭയവും ഉണ്ടാവുന്നു. എൻ്റെ അച്ഛൻ എവിടെ? പറയൂ. ഇത് കേട്ടിട്ട് ഭരതന് മുറ്റമാകത്തക്ക വിധത്തിലെ കയ്യേകി പറഞ്ഞു, എൻ്റെ മകനെ ദുഃഖിക്കാൻ എന്താ അവകാശം? എന്തുണ്ട്? നിന്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ നേടിയിരിക്കുന്നു മകനെ. അശ്വമേധായാഗങ്ങൾ നടത്തി ലോകപ്രസിദ്ധി നേടിയ സജ്ജനങ്ങളുടെ ഗതി നിന്റെ അച്ഛനും ലഭിച്ചിരിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നാരായണ.